بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. وعن عائشة رضي الله عنها قالت: كان رسول الله صلى الله عليه وسلم يجاور في العشر الأواخر من رمضان ويقول: تحروا ليلة القدر في العشر الأواخر من رمضان. متفق عليه. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു, മുജാവറത്ത്. എന്നിട്ട് പറയും: തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ. റമദാനിന്റെ അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, അതിനെ കാത്തിരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അത് ഒരു ഹദീസ്. ആ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ഉണ്ടാവുക എന്നുള്ളതാണ്. അടുത്തൊരു ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ. റവാഹുൽ ബുഖാരി. റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം വ്യക്തമായി. അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദർ. മൂന്നാമത്തെ ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല العشر الأواخر من رمضان أحيا الليل وأيقظ أهله وجد وشد المئزر. متفق عليه. അടുത്ത ഹദീസ്, ഇനി ആ ഒരു ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം? ആ അവസാനത്തെ 10 അതിൻ്റെ രാത്രികളിലും എന്ത് ചെയ്യണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അവസാനത്തെ 10 വന്നാൽ അഹ്യൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു. രാത്രി ഉറങ്ങാറുണ്ടായിരുന്നില്ല, ഇബാദത്തുകളിൽ മുഴുകുമായിരുന്നു. വഅയ്ഖള അഹ്ലഹു, അത് മാത്രമല്ല സ്വന്തത്തെ കുടുംബക്കാരെ ഉണർത്തുകയും ചെയ്യും. സ്വന്തം മാത്രം ഇബാദത്തല്ല, കുടുംബക്കാരെയും വിളിച്ച് ഇബാദത്ത് ചെയ്യിപ്പിക്കും. വജദ്ദ, റസൂൽ നല്ലോണം പരിശ്രമിക്കും. വശദ്ദൽ മിഅ്സർ, അഥവാ റസൂലിന്റെ അരയുടുപ്പ് മുറുക്കി ഉടുക്കും. 2 രീതിയിലാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത്. ഒന്ന്, ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാറില്ല. 2, ഇബാദത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുക എന്നുള്ളത്. അടുത്ത ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം لا يجتهد في رمضان ما لا يجتهد في غيره وفي العشر الأواخر منه ما لا يجتهد في غيره. رواه مسلم. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അവസാനത്തെ 10 റസൂലിന്റെ ഇബാദത്തുകളെ സംബന്ധിച്ച് അവസാനത്തെ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ റസൂല് പരിശ്രമിച്ച് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു മാസത്തിൽ ഇബാദത്ത് ചെയ്തിട്ടില്ല. ഇനി റമദാനിൽ തന്നെ അവസാനത്തെ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ച് അധ്വാനിച്ച് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് വേറൊരു സമയത്തും ഇബാദത്ത് ചെയ്തിട്ടില്ല. റസൂൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച് ഇബാദത്ത് ചെയ്തത് എവിടെയാണ്? റമദാനിലെ അവസാനത്തെ 10. ഇനി അവസാനത്തെ 10 വന്നാൽ എന്ത് ചെയ്യണം? എന്താണ് ദുആ? പ്രത്യേകമായിട്ട് എന്തെങ്കിലും ദുആ ഉണ്ടോ? നമ്മളിപ്പം നോക്കിയതാണെന്ത്, റമദാനിന്റെ ഓരോ 10 പ്രത്യേകമായ ദുആ. അതൊന്നും സ്ഥിരപ്പെട്ടു വന്നതല്ല, അതൊക്കെ സുന്നത്താണ്, റസൂൽ പഠിപ്പിച്ചതാണ് എന്ന രീതിയിൽ ഒരാൾ പറഞ്ഞാൽ അത് ബിദ്അത്താണ്. അല്ലെങ്കിൽ സാധാരണ ഒരു ദുആ എന്ന നിലയിൽ ചെയ്യാം. ഇനി അവസാനത്തെ 10 പ്രത്യേകമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞ ദുആ ഉണ്ട്. ഏതാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു: യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തുൽ ഖദ്രി മാ അഖൂലു ഫീഹാ. അല്ലാഹുവിന്റെ റസൂലെ, ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ ആ രാത്രി എന്താണ് പറയേണ്ടത്? ദിക്റായിട്ടോ ദുആ ആയിട്ടോ എന്താണ് പറയേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഖൂലി, നീ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റവാഹു തിർമിദി. അതാണ് ദുആ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു ഇന്നക അഫുവ്വുൻ, നീ മാപ്പാക്കുന്നവനാണ്. അഫു എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യുക, മാപ്പാക്കി കൊടുക്കുക. തുഹിബ്ബുൽ അഫ്വ, മാപ്പാക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പാക്കിത്ത. ഇതാണ് ദുആ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് അധികരിപ്പിക്കേണ്ടത്. അവസാനത്തെ 10 പൊതുവെ രാത്രി
അധികരിപ്പിക്കേണ്ട ദുആ ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പം റമദാനിൻ്റെ അവസാനത്തെ 10 4 ഹദീസുകളാണ് വായിച്ചത്. ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 അത് ഒറ്റയെട്ട് രാത്രിയാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രികളിൽ പരിശ്രമിക്കുമായിരുന്നു, നല്ലോണം ഇബാദത്ത് ചെയ്യുമായിരുന്നു, രാത്രി ഉറങ്ങാറുണ്ടായിരുന്നില്ല, കുടുംബത്തെ ഉണർത്തും, അതുപോലെ തന്നെ അതിനുവേണ്ടി തയ്യാറായി നിൽക്കും. പിന്നെ അവസാനം പറയേണ്ട ദുആവും ഈ ഹദീത്തിൽ വന്നു. ഇതാണ് അവസാനത്തെ 10 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.